ഹായ് ഓൾ, ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയ പ്രദേശങ്ങൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിനകത്ത് ബലുചിസ്ഥാനുണ്ട്, ഗുജറാത്തുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ജമ്മു ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ശരിയാണ്. കാരണം ബലൂചിസ്ഥാന്, ഗുജറാത്തിലെ ലോത്തൽ, അഫ്ഗാനിസ്ഥാന്, ജമ്മു, ഇവിടെ നിന്നൊക്കെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തെളിവുകൾ ആദ്യമായിട്ട് കണ്ടെത്തിയത് 1921 ദയാറാം സാഹ്നിയുടെ നേതൃത്വത്തിൽ. മരിച്ചവരുടെ കുന്നെന്നറിയപ്പെടുന്ന മോഹൻജൊദാരോയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് RD ബാനർജിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന തുറമുഖ നഗരം ചോദിച്ചാൽ അത് ഗുജറാത്തിലെ ലോത്തലാണ്. അടുത്ത ചോദ്യം, മുഗൾ സാമ്രാജ്യത്തിലെ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് കൊടുത്തിരിക്കുന്നത് ഹാസിൽ എന്ന് പറഞ്ഞാൽ പിരിച്ച നികുതി, ജമ എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട നികുതി, അമിൽ ഗുസാർ എന്ന് പറഞ്ഞാൽ നികുതി പിരിവുകാരൻ. അപ്പോൾ ഇതിൽ ശരിയായ ജോഡികളാണ് ചോദിച്ചത്. അപ്പോൾ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? 1, 2, 3 ശരിയാണ്. ഹാസിൽ എന്ന് പറഞ്ഞാൽ പിരിച്ച നികുതി, ജമ എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട നികുതി, അമിൽ ഗുസാർ എന്ന് പറഞ്ഞാൽ നികുതി പിരിവുകാരൻ. അപ്പോൾ ഇതിനെ നമ്മൾ കാലഗണനാ ക്രമത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ആദ്യം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അത് നടന്ന വർഷം 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് 1919 ഏപ്രിൽ 13. ഇനി തൊട്ടടുത്തത് ഏതാണ്? നിയമലംഘന പ്രസ്ഥാനമാണ്. നിയമലംഘന പ്രസ്ഥാനം നടന്നത് 1930, അതായത് മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയാണ് നിയമലംഘന പ്രസ്ഥാനം നടന്നത്. അപ്പോൾ അതിൻ്റെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി തൊട്ടടുത്തത് ഏതാണ്? രണ്ടാമത്തേത് ഗാന്ധി ഇർവിൻ ഉടമ്പടി. 1931 മാർച്ച് 5 നടന്നത്. 1931 മാർച്ച് 5. ഇനി തൊട്ടടുത്ത് ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ് നടന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 8 നടന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ആരായിരുന്നു? വേവൽ പ്രഭുവായിരുന്നു. ലോർഡ് വേവൽ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടുന്നത് ആരെല്ലാം? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ TK മാധവൻ, രണ്ടാമത്തത് മന്നത്ത് പത്മനാഭൻ, 3 CV കുഞ്ഞിരാമൻ, 4 CV രാമൻപിള്ള. ആരൊക്കെയാണ്? 1, 2, 3 ശരിയുത്തരം അല്ലേ. TK മാധവന്, മന്നത്ത് പത്മനാഭൻ, CV കുഞ്ഞിരാമൻ തുടങ്ങിയവരാണ് ഏതിന് നേതൃത്വം നൽകിയത്? വൈക്കം സത്യാഗ്രഹത്തിന്. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്. അടുത്തൊരു ചോദ്യം, മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ആൽപ്സ് ഉണ്ട്, അറ്റ്ലസ് ഉണ്ട്, ഹിമാലയം, ആൻഡീസ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം എന്താണ്? മടക്ക് പർവ്വതങ്ങളാണ്. ആൽപ്സ്, അറ്റ്ലസ്, ഹിമാലയം, ആൻഡീസ് ഇതെല്ലാം മടക്ക് പർവ്വതങ്ങളാണ്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയം അല്ലേ. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയത് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചാണ്. അടുത്ത ചോദ്യം മേഘങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലുള്ള മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ഉയർന്ന സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലുള്ള മേഘങ്ങളാണ് ഏത്? ക്യുമുലസ് മേഘങ്ങൾ. അടുത്തൊരു ചോദ്യം, തിരാത്തടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബ ദൂരത്തിനെ പറയുന്ന പേരെന്താണ്? തിരോന്നതി. തിരോന്നതി എന്ന് പറയുന്നത് എന്താണ്? തിരാത്തടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബ ദൂരമാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ 1 കാറ്റ്, 2 തിരമാല, 3 നദി, 4 ഭൂഗർഭജലം. ഇതിന് യോജിച്ചവ B കുളത്തുനിന്ന് കണ്ടെത്തണം. അതിനകത്ത് കാറ്റിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നത് എന്താണ്? ബർക്കനുകളാണ്. അതായത് മരുഭൂമിയിൽ ചന്ദ്രക്കല പോലെ അല്ലേ, ക്രസൻറ്റ് ഷേപ്പിലുള്ള മണൽക്കൂനയാണ് ബർക്കനുകൾ.
രൂപപ്പെടാൻ കാരണമായിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കാറ്റാണ്. ഇനി തിരമാലയുടെ നിരന്തരമായിട്ടുള്ള ബാഹ്യപ്രവർത്തനം മൂലം രൂപം കൊണ്ടിട്ടുള്ള ഭൂരൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്തംഭങ്ങളാണ്. ഇപ്പോൾ സ്തംഭങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും തിരമാലയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഇറോഷണൽ ലാൻഡ് ഫോമാണ് കേട്ടോ. പിന്നെ നദിയുടെ ഫലമായിട്ടാണ് ഡെൽറ്റകൾ, നദിയൊഴുക്കിൻ്റെ ഫലമായിട്ട് ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു നിക്ഷേപണ ഭൂരൂപമാണ്. ഇനി ഭൂഗർഭജലത്തിൻ്റെ ഫലമായിട്ടാണ് സ്റ്റാലക്മൈറ്റുകൾ ഉണ്ടാകുന്നത്. സ്റ്റാലക്മൈറ്റ് മാത്രമല്ല സ്റ്റാലക്ടൈറ്റുകളും ഉണ്ട്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിലൊന്നാമത്തെ പ്രസ്താവന, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് നർമ്മദ. അടുത്ത പ്രസ്താവന, മധ്യപ്രദേശിൽ അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് നർമ്മദയുടെ ഉത്ഭവം. അടുത്ത പ്രസ്താവന, ധുവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ. നാലാമത്തത്, സുഗി, ഗിർണ നദികൾ പതിക്കുന്നത് നർമ്മദയിലാണ്. അപ്പോൾ ഇതിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നർമ്മദയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 1, 2, 3 പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന മൂന്നാമത്തെ നീളം കൂടിയ നദി ചോദിച്ചാൽ ഉപദ്വീപിയൻ നദിയായിട്ടുള്ള നർമ്മദയാണ്. നർമ്മദ എങ്ങോട്ടാണ് പതിക്കുന്നത്? അറബിക്കടലിലോട്ടാണ് പതിക്കുന്നത്. അപ്പോൾ അറബിക്കടലിലോട്ട് പതിക്കുന്ന ഉപദ്വീപിയൻ നദി ചോദിച്ചാൽ അത് നർമ്മദയാണ്. പിന്നെ അതുപോലെ തന്നെ ധുവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ നർമ്മദ നദിയിലാണ് കേട്ടോ. നർമ്മദ നദിയിലാണ്. പിന്നെ നർമ്മദയുടെ ഉത്ഭവം അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. അവിടുത്തെ അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് നർമ്മദ നദിയുടെ ഉത്ഭവം. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ കൂടുതൽ ലെങ്തി വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്കെല്ലാം ശരിയാക്കിയിട്ട് വരാം. അപ്പോൾ താങ്ക് യു.